അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒളുവെടുക്കുന്ന സമയത്ത് നമ്മൾ കാലുകൾ കഴുകുന്നതിന് പകരം നമ്മുടെ കാലുകളിൽ ധരിച്ചിട്ടുള്ള ഷൂസിന്മേലോ സോക്സിന്മേലോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാലുറകളിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇളവുകളാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ ലോകത്തിലെ ഏത് സ്ഥലത്തും എവിടെ വെച്ചും പ്രയാസരഹിതമായി ചെയ്യാവുന്ന കർമ്മങ്ങളായി അള്ളാഹു നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ കാലാവസ്ഥകളിലും കാല് കഴുകി കാല് കഴുകി ഒളു ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടായി വരാം. അതുകൊണ്ടാവാം അല്ലാഹു തആല പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യം. അൻ ജരീർ റളിയല്ലാഹു അൻഹു റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാല തുമ്മ തവല്ലഅ വമസഅ അലൽ ഖുഫൈഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത് ജരീർ റളിയല്ലാഹു അൻഹു പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രവിസർജനം നടത്തിയതിന് ശേഷം ഒരിക്കൽ വുളുവെടുത്ത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഷൂവിന്മേൽ തടവുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയണം. മറ്റൊരു റിപ്പോർട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഗീറയിൽ നിന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലഅ വമസഅ അലൽ ജൗറൈനി വന്നഅലൈനി. ഇമാം അബൂ ദാവൂദും തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. മുഗീറ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തപ്പോൾ അവിടുത്തെ 2 സോക്സിന്മേലും 2 ചെരുപ്പുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശുദ്ധിയോടുകൂടെ ധരിക്കണം എന്നതാണ് ഒന്നാമത്തെ നിയമം. എന്ന് പറഞ്ഞാൽ സോക്സിന്മേൽ തടവണമെന്നുദ്ദേശിക്കുന്ന ആളുകൾ ഒളുവെടുത്ത്, കുളി നിർബന്ധമാണെങ്കിൽ കുളിച്ച് ശുദ്ധി വരുത്തി ഒളുവെടുത്ത് ശുദ്ധിയോടുകൂടി സോക്സ് ധരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഷൂസ് ധരിക്കേണ്ടതാണ്. നെരിയാണി മറയുന്ന രൂപത്തിൽ എന്നാൽ ഒളുവെടുക്കുമ്പം കാല് കഴുകുന്ന ഭാഗം മറയുന്ന രൂപത്തിലുള്ള കാലുറകളാണ് ഇതിൽ പരാമർശിക്കപ്പെടുന്നത് എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ആ അടിസ്ഥാനത്തിൽ ഒളുവെടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് എന്നും ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഇത് ധരിക്കാം. പക്ഷെ നാട്ടിൽ താമസിക്കുന്ന ഒരാൾ നേരത്തോട് നേരമാകുമ്പം അത് അഴിച്ച് വീണ്ടും ഒളുവെടുത്ത്, കുളി നിർബന്ധമാണെങ്കിൽ കുളിച്ച് പിന്നെ ഒളുവെടുത്ത് വീണ്ടും ധരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. അതായത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നത് യഉമുറുന, അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. കണ്ടോ, അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. ഇദാ കുന്നാ സഫറൻ, ഞങ്ങൾ യാത്രയിലാണെങ്കിൽ അല്ലാ നൻസിഅ ഖിഫാഫന സലാസത്ത അയ്യാമിൻ വലയാലിഹിന്ന, ഞങ്ങൾ യാത്രക്കാരാണെങ്കിൽ 3 ദിവസം രാവും പകലും 3 ദിവസം ഞങ്ങൾക്ക് അത് അഴിക്കാതെ ഒളുവെടുക്കുമ്പോൾ കാലുകൾ കഴുകുന്നതിന് പകരം അതിന്മേൽ തടവിയാൽ മതി എന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ഇല്ലാമിൻ ജനാബത്തിൻ, കുളി നിർബന്ധമായാൽ കുളിച്ച് വീണ്ടും ആദ്യം മുതൽ ധരിക്കണം എന്നർത്ഥം. പിന്നീട് 3 ദിവസം തുടർച്ചയായി വീണ്ടും അങ്ങനെ ചെയ്യാം. വലാക്കിമിൻ ഖായിത്തിൻ വ ബൗലിൻ വ നൗമിൻ, എന്നാൽ ഉറങ്ങുന്നത് കൊണ്ടോ മലമൂത്ര വിസർജനം ചെയ്തത് കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇത് നഷ്ടപ്പെടുകയില്ല, മുറിഞ്ഞു പോവുകയില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമായാൽ മാത്രമേ ഇത് ഊരി രണ്ടാമത് ഒളുവെടുത്ത് ധരിക്കേണ്ടതുള്ളൂ. കുളിക്കൽ നിർബന്ധമാകും, ആ കുളി കഴിഞ്ഞ് ഒളുവെടുത്ത് ധരിക്കേണ്ടതുള്ളൂ. എന്നാൽ മലമൂത്ര വിസർജനം ചെയ്തത് കൊണ്ടോ ഉറങ്ങിയത് കൊണ്ടോ ഈ ഹുഫ, സോക്സ്, ഷൂസ് ധരിച്ചത് മുറിഞ്ഞു പോകുന്നില്ല എന്നർത്ഥം. അതിൻ്റെ ഇളവ് മുറിഞ്ഞു പോകുന്നില്ല. അപ്പോൾ യാത്രക്കാരന് 3 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ലുഹറിനാണ് ധരിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം ലുഹർ വരെ നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ധരിക്കാം. അടുത്ത ലുഹറിൻ്റെ സമയമാകുമ്പം വീണ്ടും അഴിച്ച് ഉളുവെടുത്ത് വീണ്ടും ധരിച്ചു തുടങ്ങാം പിറ്റത്തെ ലുഹർ വരെ. സുബഹിക്കാണ് ധരിക്കുന്നതെങ്കിൽ അടുത്ത സുബഹി വരെ. ഏത് സമയത്താണോ ധരിക്കുന്നതെങ്കിൽ ആ ധരിക്കുന്ന അടുത്ത ദിവസത്തെ സമയം വരെ നാട്ടിലുള്ളവന് എന്നും ഇങ്ങനെ ചെയ്യാം. എന്നാൽ യാത്രക്കാരന് 3 ദിവസത്തിൽ ഒരിക്കൽ എന്നാണ് 3 ദിവസം, ഏകദേശം 72 മണിക്കൂർ സമയം അവന് അത് ധരിക്കാം. അതിനിടയിൽ കുളി നിർബന്ധമായാൽ മാത്രമേ അവൻ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അതഴിച്ച് വീണ്ടും ഒളുവെടുത്ത് കുളിച്ച് ഒളുവെടുത്ത്
ധരിക്കേണ്ടതുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളതും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, എല്ലാ ആളുകൾക്കും ഇന്ന് ഷൂസും സോക്സൊക്കെ ഷൂസ് ധരിക്കുന്നവരാണ്. അവർക്ക് ഏറ്റവും സുഗമമായ രീതിയാണിത്. ഈ ആനുകൂല്യം നബിൻ്റെ വാക്ക് യഅ്മുറൂന എന്നാണ്, സഹാബത്തിൻ്റെ വാക്ക്, ഞങ്ങളോട് നബി കൽപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചര്യ സാധ്യമാകുന്ന ആളുകൾക്ക് സുഖകരമായ ഒരവസ്ഥയാണ്. ഓരോ സമയവും ഷൂസും സോക്സും ഒക്കെ ഊരി അത് കാല് കഴുകേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വേറെ ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം. ഒളു മുറിയുന്ന കാര്യങ്ങൾ, മലമൂത്ര വിസർജനം കൊണ്ട് ഒളു മുറിയും, ദീർഘമായി ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് ഒളു മുറിയും. പക്ഷേ ഇവിടെ ഉറങ്ങുന്നത് കൊണ്ട് സോക്സ് ഊരേണ്ടതില്ല. മലമൂത്ര വിസർജനം ചെയ്തതുകൊണ്ടും സോക്സ് ഊരേണ്ടതില്ല. ആവർത്തിച്ചു പറയുന്നു, കുളി നിർബന്ധമായാൽ മാത്രമേ ഊരേണ്ടതുള്ളൂ. പിന്നെ അതിനിടക്ക് ഊരിപ്പോയാൽ ഊരിയതിന് ശേഷം വീണ്ടും ഒളുവെടുത്ത് ധരിക്കണമെന്നതാണ് സൂക്ഷ്മമായ അഭിപ്രായം. അതുകൊണ്ട് ഊരിക്കഴിഞ്ഞാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വീണ്ടും ഒളുവെടുത്ത് ഊരുകയാണ് നല്ലത് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇനി തടവേണ്ടത് എവിടെയാണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയ രൂപം പറയാം. ലൗ കാന ദീനു ബിർറഈ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അലാഹു വഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി. അതായത് മതം ഓരോരുത്തരുടെയും ബുദ്ധിയുടെ, ഓരോരുത്തരുടെയും അഭിപ്രായത്തിനനുസരിച്ചാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സോക്സിൻ്റെ താഴ്ഭാഗത്തുകൂടെയാണല്ലോ തടവേണ്ടത്, കാരണം അവിടെയാണല്ലോ മണ്ണും മറ്റുമൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സോക്സിൻ്റെ മേലെയാണ് തടവിയത് ഞാൻ കണ്ടത് എന്ന് അലി റളിയല്ലാഹു അൻഹു, നബിയുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കാന യംസഹു അലൽ ഖുഫൈനി, ഖുഫൻ്റെ മേലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയത് എന്ന ഹദീസ് വേറെയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുഫൻ്റെ മേലെയാണ് തടവേണ്ടത്. തടവേണ്ട രീതി വലത് കൈകൊണ്ട് വലത് കാലിൻ്റെ ഭാഗവും ഇടത് കൈകൊണ്ട് ഇടത് കാലിൻ്റെ ഭാഗവുമാണ് തടവേണ്ടത് എന്നാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇമാം അഹ്മദ് പറയുന്നത് രണ്ടും മാറി മാറി തടവാം, അതിനൊന്നും വിഷയത്തിൽ പ്രത്യേക നിർദ്ദേശം വന്നിട്ടില്ല എന്നാണ്. ചുരുക്കത്തിൽ ഖുഫയുടെ മേൽഭാഗമാണ് തടവേണ്ടത് മസ്ഹത്തൻ വാഹിദ, ഒരു തവണയാണ് തടവേണ്ടത്, 2 തവണ തടവേണ്ടതില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുഫൻ്റെ മേലെ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ തടവിയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2-3 തവണ തടവേണ്ടതില്ല, ഒരേ ഒരു തവണയാണ് തടവേണ്ടത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കാനില്ല. ഇനി ഇവിടെ വേറെ ഒരു സംശയം വരുന്നത്, ഈ ഹുഫക്ക് പകരം ഇപ്പോൾ ബാൻഡേജ് പോലുള്ള സംഗതികൾ എന്തു ചെയ്യും? നമ്മുടെ കൈകളിലും ഒതുവെടുക്കുന്ന അവയവങ്ങളിലൊക്കെ വരും, മുറിവോ പരിക്കോ ഒക്കെ പറ്റിയിട്ട്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനോട് ഖിയാസ് ചെയ്ത്, താരതമ്യം ചെയ്ത്, തുലനപ്പെടുത്തി പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ബാൻഡേജിന്മേൽ തടവേണ്ടത് ബാൻഡേജ് ഊരി, അല്ലെങ്കിൽ നമ്മുടെ ഒതുവെടുക്കുന്ന അവയവം പിന്നെ അവയവത്തിന്മേലാണ് ബാൻഡേജോ അതുപോലുള്ള സാധനങ്ങളോ ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി വെച്ച് കഴുകാൻ പറ്റുമെങ്കിൽ അത് കഴുകണം. അതിന് സാധ്യമല്ലെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. കാലിലായാലും കയ്യിലായാലും ഒക്കെയാണെങ്കിൽ അത് ഊരി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഊരി വെക്കാൻ സാധ്യമല്ലാത്തതിൻ്റെ മേലെ തടവിയാൽ മതി. ഉളുവെടുക്കുന്ന അവയവത്തിലാകുമ്പം ബാൻഡേജുകളുടെ ആ അവയവത്തിൻ്റെ മേലുള്ളത് മാത്രം തടവിയാൽ മതി, അല്ലാതെ ബാൻഡേജ് ഇട്ടെടുത്തെല്ലാം കൂടെ തടവേണ്ട ആവശ്യം ഇല്ല. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇത്ര സമയം എന്നൊന്നുമില്ല. കാരണം ഹുഫ നമുക്ക് ഊരാം, സോക്സ് നമുക്ക് ഊരാം, 3 ദിവസം കഴിഞ്ഞാൽ ഊരാം, അതിനിടക്ക് ഊരിയേണ്ട വീണ്ടും ശുദ്ധിയോടുകൂടി ധരിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ ബാൻഡേജ് ആശുപത്രിയിൽ നിന്ന് കെട്ടിയ ബാൻഡേജ് അങ്ങനെ ഇന്ന സമയത്ത് ഊരാനൊന്നും പറ്റില്ല. അത് പിന്നെ ഡോക്ടർമാർ പറഞ്ഞ ആ അളവിനനുസരിച്ച് ഊരാതിരിക്കേണ്ടി വരും. അപ്പം ആ സമയത്തൊക്കെ നമ്മൾക്ക് അതിന്മേൽ തടവാവുന്നതാണ്. മാത്രമല്ല ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഒന്നും ഇതിന് ബാധകമല്ല.
കാരണം ഇതൊരു നിർബന്ധിത സാഹചര്യമായതുകൊണ്ട് അയാൾ ഓരോ പ്രാവശ്യവും ഒളുവെടുക്കുന്ന സമയത്ത് അതിന്മേൽ തടവിയാൽ മതി. മലമൂത്ര വിസർജനം കൊണ്ട് ഇത് മുറിയില്ല. കുളി നിർബന്ധമായാൽ പോലും ഇവിടെ ഒളുവെടുക്കുന്ന സമയത്ത് കുളിക്ക് പകരം തയമ്മുമാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിനു പകരം ഇതിന്മേൽ തടവിയാൽ മതി എന്നാണ് ഇതുമായി ഖിയാസ് ചെയ്ത് പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം. അപ്പോൾ കുളി നിർബന്ധമായാലും ഇതേ പണിയെ ചെയ്യേണ്ടത് തയമ്മും ചെയ്താൽ മതി. തയമ്മും ചെയ്യുമ്പം ഇതിൻ്റെ പ്രത്യേക നിയമം നമ്മൾ നാളെ പറയാം ഇൻഷാ അല്ലാഹ്. വേറെ പ്രത്യേകിച്ച് ഈ വിഷയത്തിലൊന്നും നമ്മൾ ഇതാക്കേണ്ടതില്ല. നമ്മൾ ഒളുവെടുക്കേണ്ട അവയവങ്ങളിലാണ് ബാൻഡേജ് വരുന്നതെങ്കിൽ അതിന്മേൽ തടവിയാൽ മതി. അതിന് ഈ സോക്സിൻ്റെ നിയമം മാത്രമല്ല, സോക്സിൻ്റെ നിയമത്തിന് പുറമെ നമുക്കിത് അഴിക്കേണ്ട 1 മാസമോ 2 മാസമൊക്കെ ചിലപ്പോൾ ബാൻഡേജ് കിട്ടേണ്ടി വരും. ആ സമയത്തൊക്കെ മറ്റ് അവയവങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവിടെ ഒളുവെടുത്തിട്ട് ഈ വെച്ച് കെട്ടിയ ഒളുവെടുക്കേണ്ട അവയവമാണെങ്കിൽ വെച്ച് കെട്ടിയതിൻ്റെ മേലെ തടവുന്നതിനും പ്രശ്നമില്ല എന്നാണ് ഈ സോക്സുമായി ബന്ധപ്പെട്ട വിഷയവുമായി തുലനം ചെയ്ത് ഖിയാസ് ചെയ്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പ്ലാസ്റ്റർ ആയാലും വേറെ എന്ത് വെച്ച് കെട്ടിയാലും അത് ആണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതൊന്നുമില്ലാതെ തയമ്മും മാത്രം ചെയ്ത് ഈ ബാൻഡേജിൻ്റെ മേലെ ഒന്നും തടവാതെ തയമ്മും മാത്രം ചെയ്താലും ഇതൊക്കെ മതിയാകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ആ കാര്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് തയമ്മുമിനെക്കുറിച്ച് നാളെ നമ്മൾക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ വിഷയത്തിൽ ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ വോയിസ് ഇട്ടാൽ മതി. അപ്പം അവർക്കത് പരിഹരിച്ച് കൊടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുകയും കഴിയുന്നത്ര സൂക്ഷ്മമായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഖുർആനിലും ഹദീസിലും വന്ന രൂപത്തിൽ ഏത് കർമ്മവും ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകുകയും നമ്മളെല്ലാവരെയും അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അവൻ്റെ കഠിനമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.